റിവൻ റഷാലിൽ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് കുറെ 2 ദിവസം വീഡിയോ ചെയ്തില്ല, സമയം കിട്ടാത്തതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇന്നലെ നമ്മുടെ ലാലേട്ടൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമില് ദൃശ്യം 3യുടെ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട്. മോഷൻ പോസ്റ്റർ പോലെ അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ അത്രേ ഉള്ളൂ, യൂട്യൂബിലില്ല. അപ്പൊ നമ്മൾ എന്തായാലും അത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കണ്ട് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇന്നലെ തന്നെ കാണാൻ ചോദിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഇന്നലെ സമയം കിട്ടാത്തതുകൊണ്ട് നമുക്ക് നമ്മൾ ഇന്നത്തേക്ക് ആക്കി. പിന്നെ നമ്മുടെ ലോകേഷ് കനകരാന്റെ അടുത്ത പടം അല്ലു അർജുനെ വെച്ചുള്ള സിനിമ, അതിന്റെ പേരും അനൗൺസ്മെന്റ് അല്ല, സിനിമ അനൗൺസ്മെന്റ് ചെയ്തിട്ടുള്ള ചെറിയൊരു ടീസർ വന്നിട്ടുണ്ട്. BGM ഒക്കെ അടിപൊളി എന്നൊക്കെ കുറെ പേരൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതും നമുക്ക് കണ്ട് റിയാക്ട് ചെയ്യണം. അപ്പൊ 2 വീഡിയോ കണ്ട് റിയാക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് എല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് അടിക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ ദൃശ്യത്തിന്റെ ടീസറിലേക്ക് പോവാം. തൂമ്പിയ തിയേറ്റർ തത്താൻ പോണ സിനിമ ആയിരിക്കട്ടോ ദൃശ്യത്തിന് ഉറപ്പാ. പ്രൊഡ്യൂസർ പോയി ആനയുടെ വരുമ്പോ ഡയറക്ടർ ബൈജിത്ത് ദിവസം എന്റെ അമ്മു. ഓ ജസ്റ്റ് അപ്പൊ April 2 എന്റെ പൊന്നു, April 2 ദ പാസ്റ്റ് നെവർ സ്റ്റേസ് ആയി. എന്റെ പൊന്നു സെറ്റ് ആയിരിക്കും സിനിമ. എന്തായാലും നമ്മൾ ദൃശ്യം 2 വന്നാൽ എന്തായാലും OTT വന്നു പോവാ. തിയേറ്ററിലായിരുന്നെങ്കിൽ അടിപൊളി 100 കോടി ഉറപ്പായിട്ടുണ്ടായിരുന്ന പടം ദൃശ്യം 2. അപ്പൊ ഇതെന്തായാലും അടുത്തും സെറ്റപ്പ് ആയിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എന്തായാലും കൊള്ളാം. ഇന്നിപ്പോ മോശം പോസ്റ്റർ ഞാൻ വെച്ച് കുറച്ച് സീന വേറെ എന്തെങ്കിലും കാണിക്കുന്നു എന്ന് വിചാരിച്ചോട്ടെ. ഇത്ര ജസ്റ്റ് കാണിക്കുന്നു വിചാരിച്ചു, കുറച്ചെന്തെങ്കിലും കാണിക്കുന്നു വിചാരിച്ചു. അപ്പൊ നമുക്കിനി നമ്മുടെ അല്ലു അർജുന്റെ ടീസറിലേക്ക് പോകാം. ഒരുപാട് വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഓ എന്നെ BGM ആണോ അത്? നീ എവിടെ നിന്ന് കിട്ടുമോ ലോകേഷ് അനിരുദ്ധിന്? ഏ ഓ വൈക്കൽസ അല്ലൂർ ഷൂട്ട്സ് സ്റ്റാർട്ട് ആവണുള്ളൂ. അപ്പൊ എന്തായാലും അതിന്റെ ജസ്റ്റ് അവരുടെ ഇത് നമ്മൾ അറിഞ്ഞിരുന്നു. നമ്മള് അല്ലു അർജുൻ വെച്ചാണ് അടുത്ത പടം എന്നുള്ളത്. നമ്മൾ അടുത്ത ശരിക്കും പറഞ്ഞ് കൈതി 2 എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പുള്ളിയെ പറഞ്ഞിരുന്നത്. ഇപ്പൊ അതും കൈതി 2 എവിടെ പോയി ഒരു പിടിയില്ല. കൈതി 2 ഇറക്കോ പുള്ളിയുടെ എന്താ പുള്ളിയുടെ തീരുമാനം ഒന്നും നമുക്ക് അറിയില്ല. എന്തായാലും ഇനിയിപ്പോ അടുത്ത അല്ലു അർജുൻ വെച്ച് എന്റെ മുന്നേ അവസാനം നമ്മള് കൂലി തിയേറ്ററിൽ പോയി കണ്ടിരുന്നു. ഞാൻ റിവ്യൂ ഒന്ന് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. റിവ്യൂ ചാനലും കൊണ്ട് ഞാൻ കൊത്താനേ, കാരണം എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല പടം. എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു പോയി കണ്ട പടമായിരുന്നു കൂലി. എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല, ഒട്ടും ഇഷ്ടമായില്ല പടം. അവസാനത്തെ ചെറിയ ബെസ്റ്റ് ഫൈറ്റ് ഒക്കെ കുറച്ചുകൂടി പിന്നെയും കണ്ടിരിക്കാന്ന് തോന്നുന്നു. പടം അത്രയ്ക്കും പോറായിരുന്നു. അപ്പോൾ ഈ പടം അടിപൊളി ആവട്ടെ എന്നാണ് ഞാൻ വിചാരിക്കണല്ല എന്റെ മനസ്സില്. അപ്പൊ എന്തായാലും നമുക്ക് എന്താ ഇതിന്റെ ടീസറും ട്രെയിലറൊക്കെ വരട്ടെ. അപ്പൊ അതിന് എന്താ റിയാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത ദിവസം നമ്മള് പപ്പ റിലീസ് ആവുന്നുണ്ട് OTT. അപ്പൊ നമുക്ക് അതിന്റെ നല്ല ഭാഗങ്ങളൊക്കെ പോലെ ലാലേട്ടന്റെ ഇൻട്രോയും പിന്നെ ദിലീപേറിന്റെ ഇൻട്രോ ഫൈറ്റ് സീനും പിന്നെ ടൈറ്റിൽ കാർഡ് ഇതൊക്കെ കണ്ട് റിയാക്ട് ചെയ്യേണ്ടത്. അപ്പൊ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആണ്. എല്ലാവർക്കും ബൈ.